ഹായ് ഫ്രണ്ട്സ്, കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരാമെന്ന് വിചാരിച്ച് ഈ പറവൂരുള്ള റിവർ വിസ്പർ വില്ല എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലേക്ക് പോയി. കസിൻസ് എല്ലാവരും ഉണ്ട്, ചേട്ടന്മാരും ചേച്ചിമാരും ആൻറ്റിമാരും എല്ലാവരും കൂടിയായിട്ടാണ് പോകുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ വളരെ വെൽ ആൻഡ് ഗുഡായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റും അതേപോലെ തന്നെ ആംബിയൻസും അത് കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. ഒരു 50 സെൻറ്റിലാണ് ഇത്രയുമാധികം ഒരു ബംഗ്ലാവ് പോലെ രീതിയിലുള്ള റിസോർട്ട് അവർ പണിത് വെച്ചിരിക്കുന്നത്. പൂളും പാർക്കും അതേപോലെ തന്നെ ഗാർഡനിങ്ങും പ്ലേയിങ് ഏരിയയും എല്ലാം സഫലമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഗംഭീരമാണ്. നമുക്കെല്ലാം ഓരോന്ന് നോക്കാം. നമ്മൾ നിൽക്കുന്ന ഏരിയയിലാണ് അവരുടെ ഒരു മനോഹരമായ ഗാർഡൻ ഉള്ളത്. ഇവിടെ വന്നപ്പോൾ തന്നെ പിള്ളേരും ആൻറ്റിമാരും എല്ലാം ഒന്ന് റീഫ്രഷ്മെൻ്റ് എയറിന് കിട്ടാൻ വേണ്ടി എല്ലാം മാവിൻ്റെ അടുത്തും തൈയുടെ അടുത്തും എല്ലാം ചെന്ന് നടന്നു. കുട്ടികളൊക്കെ ആണെങ്കിൽ ഊഞ്ഞാലിൻ്റെ പുറകെ കേട്ടോ. എൽസു ആണെങ്കിൽ വന്നപ്പോൾ തന്നെ സന്തോഷതയായിട്ട് 2-3 ഫോട്ടോ എടുക്കുകയും ഇന്നത്തെ എന്തെങ്കിലും പ്രോഗ്രാം അടിപൊളിയാക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. റിച്ച, ഞാൻ നോക്കുമ്പോൾ ആളൊന്ന് ഉറങ്ങിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പോയൊരു തട്ടും അതേപോലെ ഒരു ആട്ടവും കൊടുത്തു. അപ്പോൾ അത് ഇതേപോലെ ഇരുന്ന് ആടിക്കൊണ്ടേയിരിക്കുകയാണ്, മണിയടിക്കുന്നത് പോലെയാണ്. എന്നാലോ എൽസു ആണ് കഥകളി കളിക്കണോ അതെയോ ഇന്നത്തെ സ്കിറ്റ് കളിക്കണോ എന്ന് ചിന്തിക്കുന്നു. പിന്നെ ഇവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞ് ഞാനങ്ങ് പോയി. പോണ വഴിക്കാണെങ്കിൽ എന്ത് നോക്കും എന്ന് പറഞ്ഞപ്പോൾ മേളിൽ നിന്ന് നമ്മുടെ അമ്മായി പറയുക, എടാ കൊച്ചനെ, നീ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാതെ മേളിൽ പോയി ഷൂട്ട് ചെയ്ത് അവിടെ പിള്ളേരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ നോക്കി ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എമ്മയും പറഞ്ഞു ദാറ്റ് ഈസ് എ ഗുഡ് പോയിന്റ് എന്ന് പറഞ്ഞ് ചാച്ചമാർക്ക് എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് പതുക്കെ മേളിലോട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. സ്റ്റെപ്പ് കുറേ ഉണ്ടല്ലോ, പതുക്കെ കയറാന്ന് വെച്ചാൽ മേളീന്ന് ഈ താഴേലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു രംഗമാണ് ഇതൊക്കെ. നമ്മൾ ഹോളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ഫുട്ബോൾ അങ്ങ് കളിക്കാൻ തുടങ്ങി. ഒരു ബോളും അതിൻ്റെ പുറകെ കുറേ പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നാൽ ശരി, ഞാനും ഒന്ന് കൂടിയേക്കാമെന്ന് വെച്ച് ഒന്ന് കളിച്ചു. അപ്പോഴാണ് ദാണ്ട്ര കപ്പിൾസ് കളിക്കുന്ന ടേബിൾ ടെന്നീസ്. ആദ്യം ഇവർ പറഞ്ഞു പ്രൊഫഷണൽസ് ഒന്നുമല്ല, ഞങ്ങൾ കളിക്കാറുള്ള ആദ്യമായിട്ടാണ്. പക്ഷെ കളി കണ്ടപ്പോൾ അങ്ങനെയല്ല കേട്ടോ തോന്നിയത്. നല്ല രീതിയിൽ നല്ല പ്രാക്ടീസൊക്കെ ചെയ്ത് വന്നതുപോലെയാണ് തോന്നുന്നത്. അവിടെ ടേബിൾ ടെന്നീസ് കളിക്കുമ്പോൾ ഇവിടെ ഫുട്ബോളും കളിക്കുന്നു. പിന്നെ അവിടെ ചെസ് ഉണ്ട്, ഡാർട്സ് ഉണ്ട്, അതേപോലെ തന്നെ മിക്ക എല്ലാ ഗെയിംസും. ക്യാരംസ് മറന്നുപോയില്ല. ഇവരിത് നിൽക്കുന്നില്ല, ആ ഒരു പോയിന്റിന് വേണ്ടി കുറേ നേരം ഇവരാര് ജയിക്കുമെന്ന് വിചാരിച്ച് കളിക്കുന്നു. പിന്നെ താഴെ വന്ന് നമ്മുടെ തീയോയും ഡോക്ടർമാരും 2 ഡോക്ടർമാരുണ്ട്, ചിഞ്ചു ഡോക്ടറും ദീദിയുണ്ട്, അതേപോലെ സണ്ണിച്ചേട്ടനും കൂടി അവൻ്റെ ഒപ്പം ഒന്ന് നടക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് അവനൊരു പ്ലേയിങ് സോണിലേക്ക് കയറി. അങ്ങനെ വർത്തമാനമെല്ലാം പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ചായയും കാപ്പിയും വന്നു. നല്ല പഴുത്ത പഴംപൊരി ആയിരുന്നു കേട്ടോ കിട്ടി. നല്ല ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അപ്പം നമ്മുടെ ജോർജ് കുട്ടി ചേട്ടൻ ചായ വേണ്ടവർക്ക് ചായയും കാപ്പി വേണ്ടവർക്ക് കാപ്പി എല്ലാവർക്കും എടുത്ത് ഓരോന്ന് സെർവ് ചെയ്തു. അതെ, പഴംപൊരി മിക്ക എല്ലാവരും. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞ് എനിക്കൊരു പഴംപൊരി വേണം, 2 പഴംപൊരി വേണമെന്ന്. സാറ ചേച്ചി അപ്പം തന്നെ പറഞ്ഞു എനിക്ക് 2 പഴംപൊരി ആട്ടോ വേണ്ടത്. ഇത് കേട്ട് നമ്മുടെ ദീദി 2 എനിക്ക് ഓർമ്മ കിട്ടിയത് എന്ന രീതിയിൽ. എൽസു പറഞ്ഞ് എന്ന രീതിയിൽ. ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടന്നു. നമ്മുടെ ആരനൊരു പഴംപൊരി മിസ്സായോ എന്ന് ഡൗട്ട്, അതാരോ ഒരാൾ എടുത്തോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മണിക്കുട്ടിക്കും അത് തന്നെ സംഭവിച്ചു. ഉടൻ തന്നെ ചേട്ടന്മാർ വേറെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഡാൻസ് പ്രാക്ടീസായി, ചേച്ചിമാരും എല്ലാവരും കൂടി നല്ലൊരു റീൽസ് കളിക്കാൻ ഡാൻസായി. തീയോ ഈ ഗ്യാപ്പിലും അവൻ ആ സ്ലൈഡിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുക. തീയനം ഫുൾ ടൈം നോക്കിയത് റിയ കേട്ടോ. അവർ നല്ല കൂട്ടായിരുന്നു, നല്ല സെറ്റായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശൈലി ചേട്ടൻ പിള്ളേരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ഷട്ടിൽ കളിക്കാമെന്ന് വിചാരിച്ചു. ഷട്ടിലും ക്രിക്കറ്റും ഒക്കെ കളിക്കാൻ നല്ല സ്പേസ് ഉണ്ട്. യമയാണെങ്കിൽ എന്ത് ചെയ്തു, ഹൂലാഹൂപ്പ് ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം, ഇതെനിക്ക് എന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് നിസ്സാരം എന്ന് പറഞ്ഞാൽ കളിക്കാൻ തുടങ്ങി. എവിടെ നടന്നില്ല. അവസാനം അടൂർ വെച്ചു നമ്മുടെ റിച്ച അത് വളരെ സൂപ്പറായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കളിക്കാൻ തുടങ്ങി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ സാധനം നമ്മളെ കൊണ്ട് പറ്റുന്ന കേസല്ല എന്നൊന്ന് ഇന്നത്തെ ദിവസം മനസ്സിലായി. പിന്നെ നമ്മൾ പോയി നമ്മുടെ ഹാർട്ട് ഓഫ് ദ
പോയിന്റിലേക്കാണ്. ഇവരെല്ലാവരും ഡാൻസ് സെഷൻ എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരമാണ് നമ്മുടെ ആൻറ്റി പറഞ്ഞത്, എടാ ചെക്കനെ നീ എൻ്റെ ഒപ്പം ഒരു ഡാൻസ് കളിക്കടാ, ഇവരൊന്നും എന്നെ കൂട്ടിയില്ല എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു. ഞാനാണെങ്കിലോ ആൻറ്റിയുടെ ഒപ്പം ഒരു കറക്കം ഡാൻസ് കളിച്ച് ആൻറ്റി ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെയാണ് ഞങ്ങളുടെ വെയിറ്റിംഗ് സെഷൻ പോയിന്റ്. എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കി നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ആ സെക്കൻഡിൽ പിള്ളേർ ഗ്യാങ് എല്ലാവരും മിനി പൂൾ എന്ന് പറഞ്ഞതിലേക്ക് ഡിം എന്ന് പറഞ്ഞ ചാടി. പിന്നെ എൽസുമായി, സാറ ചേച്ചിയായി, മെറിൻ ചേച്ചിയായി ഇവരെല്ലാവരും ഓരോരോ ഗൈഡൻസും തന്ന് പതുക്കെ ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ബോള് കിട്ടി, പന്തിലേക്ക് ഇറങ്ങി എല്ലാവരും കളിച്ചു. നമ്മുടെ ജോർജ് കുട്ടി ചേട്ടൻ നല്ല സ്വിമ്മിങ് ആട്ടോ, അണ്ടർഗ്രൗണ്ടിലൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് സ്വിം ചെയ്ത് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ രസമാട്ടോ. പക്ഷെ പൊങ്ങിയത് നമ്മുടെ ദീദിയുടെ മുമ്പിലായി പോയി. ദീദി പിടിച്ചൊരു ബുക്കും കൊടുത്തു. ദീദിയും പിള്ളേരും അതേപോലെ തന്നെ ഇപ്പോഴും വെള്ളത്തിൽ നിന്ന് കയറാതെ നിന്നു. ഈ പൂളിലാണ് ഒരു പ്രത്യേകത ഉണ്ട്. പൂളിൽ നീന്തൽ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നത്. മെയിനായിട്ട് പൂളിൽ പന്ത് കളി, ഏറുകളി, അതേപോലെ ഒരു മങ്കിക്കളി. ഞങ്ങളിവിടെ മങ്കി കളിച്ചാണ് കുറേ നേരം സ്പെൻഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 hour 2 hour കഴിഞ്ഞു. നിങ്ങളെല്ലാവരും മങ്കി കളിക്കുന്ന കണ്ടിട്ടുണ്ടാകാം. ഇങ്ങനെയാണ് മങ്കി കളി. ഒരാൾ ആ പന്ത് പിടിക്കാൻ വരും, അതിൻ്റെ ഒപ്പം തന്നെ 2-3 പേര്, 2 മങ്കീസ് 3 മങ്കീസ് ഉണ്ടാവും. അത് പിടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരിക്കും. പക്ഷെ ഒന്ന് നോക്കുകയാണെങ്കിൽ വെള്ളത്തിൽ രസമായിട്ടാട്ടോ കളിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് എറിഞ്ഞ് എവിടെയെങ്കിലും ഒരു ചെറിയ ടച്ച് ചെയ്താൽ മതി, ആ എറിഞ്ഞ ആളാണ് ഔട്ടാവുന്നത്, വീണ്ടും മങ്കിയായി വരുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും വെള്ളത്തിലിറങ്ങി ഇതേപോലെയൊക്കെ കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി. ഓൾറെഡി നമ്മളോട് നമ്മുടെ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈകിട്ട് ഒരു ഇരുട്ടായി കഴിയുമ്പോൾ തൊട്ടടുത്ത് ഒരു പുൽക്കൂടുണ്ടെന്ന്. ആ പുൽക്കൂടൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഹാപ്പിയാവും. കാരണം കാണാൻ ഒത്തിരി ഉണ്ട്, 3 മാസമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഞങ്ങളെല്ലാവരും എന്നാൽ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച്, ക്രിസ്മസ് ഒക്കെ ആണല്ലോ, ലൈറ്റൊക്കെ കണ്ട് ഒരു ക്രിസ്മസ് ഫീലോട് കൂടിയാണ് എല്ലാവരും പോകണം. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ഓരോ വീട്ടിലും സ്റ്റാറും പാട്ടും എല്ലാം കേട്ട് നേരെ പോവാണ്. ഇതൊരു സെൻറ് ആൻ്റണീസ് ചർച്ചാണ്. ആ ചർച്ചിൻ്റെ സൈഡിൽ 3 മാസമായിട്ട് അവിടുത്തെ പിള്ളേരും യൂത്തും എല്ലാവരും കൂടി പണിത് എടുത്ത ഒരു പുൽക്കൂടാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്. ഈ ക്യാമറയിൽ എന്തോരം അത് എഫക്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കാണുമ്പോൾ ആ വെള്ളച്ചാട്ടവും അതിലൂടെ 2 മുയൽ കുഞ്ഞുങ്ങളും അതവിടെ തന്നെ ഉണ്ട്, ഒരു പുൽക്കൂടും. ഒരു 3 മാസം എടുത്ത് പണിതാണ്. എന്തായാലും 1-2 പേരെ പണിതതിൽ കാണാൻ പറ്റി. അവരോടെല്ലാവരും ഞങ്ങൾ ശരിക്കും അഭിനന്ദിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഇത്ര എഫേർട്ട് എടുത്ത് നമ്മൾ കാണാതെ പോവരുത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളും കാണുമ്പോൾ ഇതേപോലെ തന്നെ ഫീൽ ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഓരോ ഈച്ച് ആൻഡ് എവരി പാട്ട് ഭംഗിയായിട്ടുണ്ട്. അവര് പള്ളിയിലെല്ലാം ഞങ്ങളെല്ലാവരും ഒന്ന് കയറി പ്രാർത്ഥിച്ച് അവിടെ നിന്നുള്ള വ്യൂവും കണ്ട് ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ മുകളിൽ നിന്നും ഒന്ന് കണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ റിസോർട്ടും നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല കളർഫുള്ളായിട്ടും എൻജോയ് ചെയ്യുന്ന രീതിയിലുമാണ്. കളർഫുള്ളും എല്ലാ രീതിയിലും അവരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ചെയ്തു വെച്ചാണ്, ഇപ്പം ലൈറ്റ് ഇട്ടപ്പോഴാണ് ശരി ഭംഗിയായത്. വന്നു എല്ലാവരും നേരെ നോക്കി ഒരു BDFൻ്റെ ചുറ്റുമാണ് ഇത്രയും ആൾക്കാർ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഒരു BDF കൊണ്ട് തികയില്ല. ഒരു 2 BDF ആയി, ഒരു കൊഴുവ ഫ്രൈ ആയി, വീണ്ടും 3 BDF ആയി, അങ്ങനെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. വരുന്നത് പെട്ടെന്ന് തീരുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ കുട്ടികളുടെയും ചേച്ചിമാരുടെയും എല്ലാം പരിപാടീസ് സ്റ്റാർട്ട് ചെയ്യാട്ടോ ഉണ്ടായത്. വട്ടത്തിൽ കറക്കാം. പിന്നെ ഗ്രൂപ്പ് സോങ്ങുമായി.
മറയത്തൊളി കണ്ണു കളിയൂ ഞാലാടും നീടനാടിയില മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടി കടലും കനലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളോടൊന്ന് നൈസായിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യാനാ, ABCD അറിയില്ലാത്ത ഞങ്ങൾ ആകെ കിട്ടിയൊരു പാട്ട് വഞ്ചിപ്പാട്ട. അത് വെച്ച് തുഴഞ്ഞ് തുഴഞ്ഞ് ആ വഴി സ്കൂട്ടാവാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ഇനിയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു ഫോട്ടോ സെഷൻ, ഗ്രൂപ്പ് ഫോട്ടോ. കുറേ നാൾക്ക് ശേഷം ഒത്തുചേർന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും യൂണോ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. കേരളത്തിൻ്റെ ആസ്ഥാന ഗെയിമാണെന്നാണ് ഇപ്പം പറയണത്. എന്തായാലും നല്ല രീതിയിൽ കളിച്ചു, നല്ല സമയമെടുത്തു. അങ്ങനെ ഞാനാണ് അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പ്രൈസായിട്ട് വിജയിച്ചത്. അതും രസമായിരുന്നു കേട്ടോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് കളിക്കണത്. ഞങ്ങളെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റു. ഇനി ഞങ്ങൾ രാവിലെ കയാക്കിങ്ങിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ സാറ ചേച്ചിയായിട്ട് എല്ലാവരെയും ഉണർത്തി എഴുന്നേൽപ്പിച്ചത്. വേറൊന്നുമല്ല, എല്ലാ റൂമിൽ പോയിട്ട് ഫാനും പുതപ്പും എല്ലാം അങ്ങ് മാറ്റി അങ്ങ് വിട്ടു. അപ്പം എല്ലാവരും പെട്ടെന്ന് അങ്ങ് പോകുന്നു. എല്ലാം റെഡിയായി, എണ്ണം തികഞ്ഞ് 7, 8, 9 പേരുമായിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. ആദ്യം നമ്പർ വളരെ കുറവായിരുന്നു. ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് ഒരു 100 മീറ്റർ മാത്രം വാക്ക് ചെയ്യാൻ പോയാൽ മതി. ആരും കാര്യമായിട്ട് ചെയ്ത് പരിജ്ഞാനമൊന്നുമില്ല. പക്ഷെ മുമ്പിൽ നിന്ന് നയിക്കുന്നത് ഞാനടക്കം അങ്ങ് തള്ളുക. ഇതൊക്കെ സിമ്പിൾ എക്സ്പേർട്ട് എന്ന രീതിയിലാണ്. പക്ഷെ നമ്മുടെ ദീദി നമ്മുടെ ചാനലിന് വേണ്ടി എപ്പോഴും സപ്പോർട്ടീവ് ആട്ടോ. അല്ല മറ്റേത് ഞങ്ങളുടെയൊക്കെ ഐശ്വര്യം കൊണ്ട് നിന്റെ യൂട്യൂബ് ചാനൽ ഫ്ലറിഷ് ചെയ്ത് അങ്ങ് പോകട്ടെ, അങ്ങ് വൈറലാവട്ടെ. ദാ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ പോകുന്നത്. അവർ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ റെഡിയാക്കി തന്നു. ഓരോരുത്തരായിട്ട് വണ്ടി കയറാൻ തുടങ്ങി. ചാച്ചനും ആൻറ്റിയും വണ്ടി കയറി. എല്ലാവരും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ പലവർക്കും ഒരു പുതിയതായിട്ടൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ സാധിച്ചു. എങ്ങനെയാണ് പലവരും ക്ലാസ് എടുത്ത് ഇത് എടുക്കേണ്ടത് ഇങ്ങനെയാണ്, 8 എടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഡ്രൈവിംഗ് ലൈസൻസ് വേണം. പക്ഷെ എല്ലാവരും സിങ്കായിട്ടോ. ചാച്ചനും ആൻറ്റിയൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് തുഴഞ്ഞ് പോകുന്നത്. ഇനി ഇതിൻ്റെ ഒരു ക്ലാസ് ഉണ്ടാവും, ഇതെങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ ഇത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷം ഞാനും ദീദിയും കൂടി ഒരുമിച്ച് പോവാണ്. സാർ ചേച്ചി ടാറ്റയൊക്കെ തന്ന് നല്ല ചിരിച്ചാണ് ഞങ്ങളെ തള്ളി വിട്ടേക്കണത്. എന്നാൽ ഞാനും കുപ്പായൊക്കെ ഇട്ട് മുന്നിലോട്ട് പോയി. നമ്മുടെ ദീദിയാണ് ഈ മുമ്പിൽ നിന്ന് ഒരു പാട്ടൊക്കെ പാടിയ വേണം. കായലരുമ്പത്ത് വലയെളിഞ്ഞപ്പോൾ എന്നൊക്കെ പാട്ടൊക്കെ പാടി രസകരമായിട്ട് ആനന്ദിച്ചാണ് വേണം. ചെങ്കോട്ട പോണേന്നും എങ്ങനെയാണ് തുഴയേണ്ടതെന്നും ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. പക്ഷേ ഞങ്ങൾ വിചാരിച്ചൊരു സെൽഫിയൊക്കെ എടുത്തേക്കാം എന്ന രീതിയിൽ വിചാരിച്ചുള്ള ക്യാമറയിൽ ദീദിയുടെയും എൻ്റെയും തൊഴിച്ചിൽ നല്ല രീതിയിൽ അങ്ങ് പോയി. കായലും കാണാനും ഇതും ഒരു രസം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങളെല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇത് പോയില്ലായിരുന്നു ഞങ്ങൾക്കൊരു മിസ്സായതിനും തോന്നിയായിരുന്നു കേട്ടോ. ഇത് കാണുന്ന പോലെ അത്ര സിമ്പിളും ഈസിയൊന്നും അല്ല, പക്ഷെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, ചിരിച്ച്. പിന്നെ പരസ്പരം പോകുന്നവരെല്ലാവരും കണ്ടു, ചീനവല കണ്ടു. ഇതൊക്കെ അടുത്ത് പോയി കാണാനുള്ള ഭാഗ്യമൊക്കെ ഈ ഇടയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ശൈലി ചേട്ടനും ജോർജ് കുട്ടി ചേട്ടനുമാണ് തുഴയുന്നത്. വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. വളരെ എനർജറ്റിക് ആയിട്ട് സിങ്കായിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ചാച്ചനും ആൻറ്റിമാരും ഇപ്പോഴും അത് വിട്ടിട്ടില്ല. അവരും അതേപോലെ തന്നെ. നമ്മുടെ സാറ ചേച്ചിയും മോനോട്ടിനൊക്കെ ആയാലും രസമായിട്ട് ചേച്ചി. സാറ ചേച്ചിയാണ് ഇദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന അവിടുത്തെ സ്റ്റാഫാട്ടോ. അങ്ങനെ ടീം കയാക്കിങ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു കയറി. ചാച്ചൻ്റെ വകയും ചേച്ചിമാരുടെ വകയും ഒരു ക്ലാസ് സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് ഷെയറിങ് ആയിരുന്നു ഇവിടെ നിന്ന്. ഈ സ്ഥലം അവർ ലീസിനെടുത്ത് ചെയ്യുന്നതാണ്. ലൈസൻസ് ഒക്കെ ഉള്ള ബോട്ടാണ്, സേഫാണ്. അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും. അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ ഞങ്ങളെല്ലാവരും നടന്ന് പോന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ചാച്ചൻ മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യായിരുന്നു. എൻ്റെ വണ്ടിയിൽ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, എല്ലാം പുറകിൽ നിന്ന് നമ്മുടെ ദീദി പറയുന്നുണ്ടായിരുന്നു. കറക്റ്റ്
കറക്റ്റായിട്ട് ഓൺ ടൈമിൽ തിരിച്ചെത്തിയതുകൊണ്ട് ഫുഡും ഓൺ ടൈമിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ കയറി 1 by 1 ആയിട്ട്. അപ്പോൾ ഇവർ തന്നിരിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇടിയപ്പവും മുട്ടക്കറിയും അതേപോലെ തന്നെ പൂരിയും മസാലക്കറിയായിരുന്നു. ചേട്ടന്മാരാണ് നമ്മുടെ ഒപ്പം കിങ്ങിനും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇവിടുത്തെ ഹെൽപ്പിങ്ങിനും വേണ്ടി എല്ലാവരും ഉണ്ടായിരുന്നു. തിയോയും കൊച്ചും ബ്രെഡും എല്ലാ ഫുഡും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. ജോർജ് ചേട്ടന് ഇപ്പോഴും ആ ഹാങ് ഓവർ മാറിയിട്ടില്ല. റിച്ചയും എൽസും ഒന്ന് വന്നായിരുന്നെങ്കിൽ എനിക്ക് കൂടിയേനേന്നുണ്ടായിരുന്നു. ഇതിലൊരാളെ പരിചയപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ജിത്സൻ ചേട്ടനാണ് ഈ റിസോർട്ടിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. മൂപ്പര് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും നമ്മൾ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. നല്ല സർവീസാണ് കിട്ടുന്നത്. നല്ല റിസോർട്ടിലെ സർവീസ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാനിവിടെ നമ്പറും മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇതാ നമ്മുടെ ആൻറ്റി ഊഞ്ഞാലിൽ അങ്ങ് ഓടിച്ചാടി വന്ന് കയറിയിരുന്നിട്ട് ആടുകയാണ്. അപ്പോൾ എന്താ നോക്കി കഴിഞ്ഞപ്പോൾ പറയാണ്, എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, അവിടെ ഞാൻ സ്ഥിരമായിട്ട് ഇത് ആടുമായിരുന്നു, എനിക്കിത് കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നേ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, നല്ല ക്ലൈമറ്റും നല്ല രസമാണ് ആടാനും. ഞാൻ ഓൾറെഡി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ഊഞ്ഞാൽ ഒരിക്കലും ഫ്രീ ആയി കണ്ടില്ല ഞങ്ങൾ വന്നപ്പോൾ. നമുക്ക് നമ്മുടെ ചാച്ചൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കാം. ചാച്ച, എന്താണ് താങ്കളുടെ എക്സ്പീരിയൻസ് ഈ ഇതിനെപ്പറ്റി, ഈ വന്ന റിസോർട്ടിനെ പറ്റി എന്താണ് താങ്കളുടെ എക്സ്പീരിയൻസ്? പറയൂ. വളരെ നല്ലൊരു സുന്ദരമായ ഒരു കാലാവസ്ഥ, ഓക്കെ, പിന്നെ ഒരു നല്ല വെരി നൈസ് ആംബിയൻസ്, ഓക്കെ, വെരി ഗുഡ് ഫുഡ്, ഓക്കെ, സം ടോട്ടലി ഗുഡ്, ഓക്കെ, ഓക്കെ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ ഊഞ്ഞാൽ അങ്ങനെ ഫ്രീ ആവില്ല എന്ന്. ഇപ്പൊ ശൈലിച്ചേട്ടൻ അത് കഴിഞ്ഞപ്പോൾ യമയ്ക്ക് തല ഇറങ്ങുകയെന്ന് പറഞ്ഞ് യമ ഈ ഊഞ്ഞാലിൽ കയറി അങ്ങ് ആട്ടം തുടങ്ങി. ആ ഗ്യാപ്പിൽ നൈസായിട്ട് നമ്മുടെ എൽസ് ചേച്ചി തീയനെ എടുത്തോണ്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ റിച്ച പറയാം, എനിക്ക് ആടണം പക്ഷെ എനിക്കിന്ന് പോവാൻ മടിയാവണം എന്ന് പറഞ്ഞ റിച്ച. പിള്ളേർക്കൊക്കെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വിഷമായിട്ടോ. കാരണം ഇവരെല്ലാവരും ഒന്ന് സെറ്റായി ഗ്യാങ് കൂടി കളിച്ചു വരികയായിരുന്നു. അപ്പോഴേക്കും പോകണമെന്ന് പറഞ്ഞപ്പോൾ പക്ഷെ എന്ത് ചെയ്യാൻ, പോയല്ലേ പറ്റുമോ നമുക്ക് ഇവിടുന്ന്. റിസോർട്ടിന് ബൈ ബൈ പറഞ്ഞ് പോണതിന് മുമ്പ് എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ മസ്റ്റ്. ഇനി കാണാൻ പോകുന്ന ഫോട്ടോ കുറച്ച് ഹൈലൈറ്റഡ് ഫോട്ടോസാണ്, വേറെ ഒന്നല്ല, നമ്മുടെ ജോർജൂട്ടി ചേട്ടനും പെങ്ങൾമാരും. ഇതിലൊരാൾ മാത്രമാണ് ഈ പ്രാവശ്യം വരാത്തുള്ള, അൽക്കച്ചേച്ചിയും കൂടി വന്നിരുന്നെങ്കിൽ ഈ കോറം അങ്ങ് ഫില്ലായേനെ. പക്ഷെ പുള്ളിക്കാരി അടുത്ത അധികം വൈകാതെ തന്നെ വരും. ഈ ട്രിപ്പ് അടിപൊളിയാക്കിയ 2 പേരാട്ടോ, നമ്മുടെ ജോർജൂട്ടി ചേട്ടനും അതേപോലെ ഇവിടുത്തെ മാനേജർ ജിത്സൻ ചേട്ടനും. 2 പേർക്കും നമ്മൾ ഹാറ്റ്സ് ഓഫ് പറഞ്ഞു, എല്ലാവരും ടാറ്റയും സി ഓഫും പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇതേപോലെ കാണാം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം.